മിഡിൽ ഈസ്റ്റിൽ യുദ്ധം പുതിയതും ഭയപ്പെടുത്തുന്നതുമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വ്യോമാക്രമണങ്ങൾ ഇറാനിൽ 6ാം ദിവസവും തുടരുമ്പോൾ വടക്കൻ ഇറാഖിലെ കുർദിഷ് പ്രതിപക്ഷ ഗ്രൂപ്പുകൾ ഇറാനിലേക്ക് കരമാർഗം കടന്നുകയറുവാൻ അന്തിമ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതായുള്ള റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തുവരുന്നത്. 47 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടത്തെ താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെഷ്മെർഗ അഥവാ കുർദിഷ് സേന അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇറാനിൽ ജനകീയ പ്രക്ഷോഭം വളർത്തുന്നതിനായി കുർദിഷ് സേനയ്ക്ക് അത്യാധുനിക ആയുധങ്ങൾ എത്തിച്ചു നൽകുവാൻ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA രഹസ്യ പദ്ധതി തയ്യാറാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ട്രംപ് ഭരണകൂടം കുർദിഷ് നേതാക്കളുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നുമുണ്ട്. ഇറാഖ്, സിറിയ, ഇറാൻ എന്നീ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന സ്വയംഭരണാവകാശം ലക്ഷ്യമിടുന്ന ശക്തമായ സൈനിക വിഭാഗമാണ് കുർദിഷ് സേന. ഇറാഖിലെ കുർദിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇവർ ISIS-നെതിരായ പോരാട്ടത്തിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നു. വടക്കൻ ഇറാനിൽ കുർദിഷ് സേനയുടെ നിയന്ത്രണത്തിൽ ഒരു സുരക്ഷിത മേഖല സൃഷ്ടിക്കുകയാണ് അമേരിക്കയുടെ പ്രാഥമിക ലക്ഷ്യം. ഇറാനിയൻ സുരക്ഷാ ഏജൻസികളുടെ ശ്രദ്ധ അതിർത്തിയിലേക്ക് തിരിച്ചുവിടുന്നതിലൂടെ പ്രധാന നഗരങ്ങളിൽ ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങൾ ശക്തമാക്കുവാൻ സാധിക്കുമെന്നാണ് US ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. കുർദിഷ് സേനയുടെ സുരക്ഷിതമായ മുന്നേറ്റത്തിനായി ഇറാഖ് അതിർത്തിയോട് ചേർന്നുള്ള ഇറാനിയൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇറാനിയൻ വ്യോമസേനയുടെ പ്രത്യാക്രമണം തടയുവാൻ ഒരു നോ ഫ്ലൈ സോൺ അല്ലെങ്കിൽ പറക്കൽ നിരോധിത മേഖല ഏർപ്പെടുത്തണമെന്ന കുർദിഷ് സേനയുടെ ആവശ്യം അമേരിക്കയുടെ പരിഗണനയിലാണെന്ന വാർത്തകളുമുണ്ട്. അതേസമയം അതിർത്തിയിലെ പടയൊരുക്കം മണത്തറിഞ്ഞ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വടക്കൻ ഇറാഖിലെ കുർദിഷ് താവളങ്ങൾക്ക് നേരെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം ശക്തമാക്കുകയാണ്. മിസൈലുകൾക്കുള്ള ഖര ഇന്ധനം നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന സോഡിയം പെർക്ലോറൈറ്റ് ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് വൻതോതിൽ എത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്.